നമസ്കാരം, ഞാൻ ജെഫ്സൺ. അപ്പോൾ ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ 90 കാലഘട്ടത്തിൽ ജനിച്ച പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ പറയാണ്. ഒരു ഏറെക്കുറെ ഉള്ള പിള്ളേരുടെ അവസ്ഥ ഞാൻ പറയാണ്. അവരുടെ മെയിൻ പ്രശ്നമാണ് കല്യാണ പ്രശ്നം. കാരണം അതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുന്ന ഒരാളാണ്. അപ്പം എല്ലാവർക്കും ഇത് പറയണമെന്ന് എന്താ പറയുക, ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഞാനങ്ങ് പറയുകയാണ്. എൻ്റെ കാര്യം ഞാനങ്ങ് പറയുകയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നാട്ടിലെങ്ങും പെൺപിള്ളേരില്ല. അതൊന്ന് എവിടുന്നേലും തപ്പിപ്പിടിച്ച് കൊണ്ടുവരുമ്പോഴത്തേന് ഒന്നെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാണും. നാളികേരത്തില്ല, അതാണ് ഇതാണ് തേങ്ങയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പം ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാതാപിതാക്കളോടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളെ വളർത്തി, എല്ലാം ശരിയാണ്, എല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ പിള്ളേരുടെ വയസ്സ് എന്തുമാത്രം പോകുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അല്ല, നിങ്ങളത് അതിന് വേണ്ടിയുള്ള അപ്ഡേഷൻ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. വേറെ രീതിയിൽ പോകാത്ത പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതിപ്പം പറഞ്ഞു വന്ന ഇതാണ്. ഹിന്ദുക്കളാണെങ്കിൽ ഈ പരിപാടി നാളെല്ലാം നോക്കിയിട്ടേ കല്യാണം കഴിക്കത്തുള്ളൂ. ഭയങ്കര പത്തി പൊരുത്തോണ്ടതൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവസാനം എന്താവും, ഒന്ന് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക, മണ്ണെണ്ണ തേച്ച് കൊല്ലിക്കുക, ഇതൊക്കെയാണ് അവസാനം നടക്കുന്നത്. പത്തി പൊരുത്തമുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്നേഹിക്കുന്നവർ അവർ സ്നേഹിക്കും. അപ്പോൾ നിങ്ങൾ പറയും ചില നാളുകാരൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ വിഷയമാണ്, ഇതൊക്കെയാണെന്നൊക്കെ പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പം ഒരു കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവായി കഴിഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത് വഴക്കുണ്ടാക്കണോ വേണ്ടേ. വഴക്കുണ്ടാക്കും, സപ്പോസ് വഴക്കുണ്ടാക്കും. അത് നമ്മൾ അറിഞ്ഞു കേട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അവിടെ സോൾവ് ആക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് അവനവൻ്റെ മക്കളുടെ കാര്യമാണ്. സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഓരോരോ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പിള്ളേർക്കൊന്നും ഇതൊന്നും ഡയറക്റ്റ് മാതാപിതാക്കളോട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അയ്യേ എനിക്കിപ്പോൾ കല്യാണം വേണം അങ്ങനെ പറഞ്ഞു നടക്കുന്ന പിള്ളേരില്ല, കുറവാണ്. അത് നമ്മൾ മാതാപിതാക്കളാണ് ഇതിനെ മുൻഗണന എടുക്കണ്ടേ. അല്ല, അവർക്ക് പ്രായമായി, കൊച്ചിനെ കെട്ടിച്ച് വിടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചിന്തിക്കേണ്ടത്. അല്ല 10 പേരോട് പറയുക അത് ഇതുപോലെ പയ്യനുണ്ട്, അല്ലെങ്കിൽ പെണ്ണുണ്ട്, നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇവന് കെട്ടാൻ മുട്ടി നിൽക്കുക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ അന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനൊന്നുമല്ല. ഞാൻ ഈ 90 കാലഘട്ടത്തിൽ ജനിച്ച പിള്ളേരുടെ അവസ്ഥയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇതിപ്പോൾ ഇത് വീഡിയോ വരുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും ഇവന് ഭയങ്കര ഓക്കാടാന്ന് പറയായിരിക്കും. നമുക്കത് വിഷയമല്ല. ഞാനുള്ള കാര്യം ഞാൻ ഉള്ളത് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം. ഇപ്പം അതുപോലെ തന്നെ വേറെ കാര്യം പറയാം. ഇപ്പം നമ്മളിപ്പം ലേറ്റായിട്ട് കല്യാണം കഴിച്ചു, ഇനിയിപ്പം കുട്ടികളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രായമാവും, കുട്ടികൾ ചെറുപ്പമാവും, അങ്ങനെ ഓരോ വിഷയമുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേന് പെണ്ണ് പറയുക 2-3 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെ യഥാസമയത്ത് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുകയാണ്. ഇത് ഏറ്റവും പണി കിട്ടിയേക്കുന്ന ഒരു 90 കിഡ്സാണ് കേട്ടോ. 90-ലെ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയേക്കുന്നത്. പിന്നെ വേറെ ആൾക്കാരും ഉണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, നമ്മളെക്കാട്ട് മുതിർന്ന ഉള്ള ആൾക്കാരും ഉണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ അത്യാവശ്യം ഇപ്പം ഒരു ഭൂരിപക്ഷം ആൾക്കാരും കല്യാണം കഴിച്ചിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ് അവർക്ക് മക്കളുണ്ട്, സന്തോഷം, അതൊക്കെ നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാരും ഉണ്ട്, ഈ ഉഴപ്പ് നടക്കുന്നവന്മാരുണ്ട്. ഉഴപ്പ് നടക്കുന്നവരോട് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അത് വിട്ടുകളയെന്നുള്ളൂ. കാരണം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ.